ഹായ് ഹലോ മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. മുട്ട തോരനെന്നോ മുട്ട കുത്തിപ്പൊടിച്ച് എന്ത് വേണേലും നിങ്ങളിതിന് പേരിട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത്തിരി ചോറ് കഴിക്കണം, കറിയൊന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറ്, പൊടിക്കുന്ന ജാറില്ലേ, അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 5 മുട്ടയ്ക്കുള്ള സാധനമായി എടുക്കുന്നത്. അതിന് ശേഷം ഒരു 2 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ ഒരു 5-6 എടുക്കുക. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെരുംജീരകം 1 ടീസ്പൂൺ വേണം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു തണ്ട് കറി ലീഫ് ഇട്ട് കൊടുക്കുക. ഒരല്പം പുളി, ഒരിച്ചിരി മതി കേട്ടോ, ഒത്തിരി പുളി എടുക്കരുത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ അരയരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട ഒന്ന് ചിക്കിയെടുക്കണം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 5 മുട്ട എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. 2 എണ്ണം ആയാലും മതിയാവും, ആളിൻ്റെ എണ്ണത്തിനനുസരിച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ ഒരു 5 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഒരുപാട് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ മുട്ട എല്ലാം പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് ചിക്കിയെടുക്കണം. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ രീതിക്ക് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മുട്ട ചിക്കി ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. കണ്ടോ, ഈ പരുവത്തിനൊന്ന് നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചിക്കി നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ മറ്റൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ടൊന്ന് പൊട്ടിക്കുക. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഒരു തണ്ട് കറി ലീഫ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ അരപ്പില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയല്ലല്ലോ, ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉള്ള ആ പേസ്റ്റ്, നമുക്ക് പേസ്റ്റല്ല ചതച്ച് വെച്ചേക്കുന്നത്, അതിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി കിട്ടണം. ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും നമ്മൾ ചേർത്ത പെരുംജീരകത്തിൻ്റെ എല്ലാത്തിൻ്റെ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതുവരെ നമുക്ക് ഒന്ന് കൈയെടുക്കാതെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല മൂത്ത് വരുമ്പോൾ ഒരു നല്ല മണം വരും കേട്ടോ. ഈ നമ്മൾ ചേർത്ത പെരുംജീരകത്തിൻ്റെയൊക്കെ മണം ഉണ്ടല്ലോ, ചുമന്നുള്ളിയുടെ മണവും ഒക്കെ. ഇപ്പോൾ ഒന്ന് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ജാറ് കഴുകി ഒരല്പം വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതിയാവും. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് മിക്സാക്കി കൊടുക്കുന്ന സമയം തന്നെ ഇതൊന്ന് കുറുകി വരുന്നുണ്ട് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ ചിക്കി വെച്ചിട്ടുള്ള ആ മുട്ടയില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഈ വെള്ളമെല്ലാം വറ്റിച്ച് നല്ലപോലെ വെള്ളം തോർത്തി എടുക്കണം. നല്ലപോലെ തോരൻ്റെ പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ ഇളക്കി കൊടുത്ത് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. ഒട്ടും ജലാംശമില്ലാത്ത രീതിയിൽ നല്ലപോലെ വറ്റിച്ചെടുക്കണം.
അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ എനിക്കുണ്ടാകത്തുള്ളൂ. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചിക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഒട്ടും വെള്ളമയം ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു എരിവുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു പുളിയോ ഒക്കെ കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ, പറയാൻ പറ്റത്തില്ല, നല്ല ടേസ്റ്റാണ്. നമുക്കിത് മാത്രം മതി ചോറുണ്ണാൻ. അതുപോലെ നമ്മുടെ ചപ്പാത്തി ഇല്ലേ, ചപ്പാത്തി എടുത്തിട്ട് അതിനകത്ത് ഇത് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കത്തില്ല, റോൾ ചെയ്ത് കഴിച്ച് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറി ലീഫും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നല്ലപോലെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇച്ചിരി ചോറ് കഴിക്കണം, ഇപ്പോൾ കറി ഒന്നും വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്ന് പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇപ്പോൾ കണ്ടോ, നല്ലതുപോലെ പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തണുത്തിട്ട്, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പക്ഷേ ഇതിപ്പോൾ ചൂടോടെ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്നുണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെന്നും ഒരേ രീതിയിൽ ചെയ്യാതെ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്കും അതൊക്കെ ഇഷ്ടമാവും, വീട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടമാവും അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഈ സമയം കാണുന്നത് വരെയും ബായ്.